ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ദുബായിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് യാത്ര. കൊച്ചു ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായി കാണണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഗ്ലോബൽ വില്ലേജിനെ പറ്റിയാണ്. ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരുന്നു. സാധാരണയായി ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഒരു 6 മാസ കാലത്തേക്കാണ് ഈ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ചെയ്യുന്നത്. ഒന്നിലും നമുക്ക് ഡയറക്റ്റ് പോയി ടിക്കറ്റ് എടുക്കുക, അതല്ലെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോഴാണ് റേറ്റ് നന്നായി കുറവായി തോന്നുന്നത്. ഇത് ഗ്ലോബൽ വില്ലേജിൻ്റെ പുറത്ത് വന്നിട്ടുള്ളൊരു കാഴ്ചയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1997 ഗ്ലോബൽ വില്ലേജ് ആദ്യമായിട്ട് പ്രവർത്തനം തുടങ്ങിയത്. ആ സമയത്ത് ഒരു ഏകദേശം 70,000-ഓളം ആളുകൾ മാത്രമായിരുന്നു സന്ദർശകരായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 70 ലക്ഷത്തോളം മേലെ ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ രാജ്യങ്ങളിലെ പലതരത്തിലുള്ള അവരുടെ സംസ്കാരത്തെ കാണിക്കുന്ന രീതിയിലുള്ള രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത്തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള കുറേ ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടയ്ക്ക് ഒരു സർക്കസ് ടീം പോലുള്ളൊരു ടീം ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ കടന്നുപോയി. പരിപാടി കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫുള്ള് കാണാൻ പറ്റാത്തൊരു വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ കാണാൻ പറ്റി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലോബൽ വില്ലേജിനെ പലതരത്തിലുള്ള പവലിയൻസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പവലിയൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ പവലിയൻ, പാകിസ്ഥാൻ പവലിയൻ, അതുപോലെ തന്നെ റഷ്യ, ചൈന, അങ്ങനെ ഓരോരോ ലോകരാജ്യത്തിനും ഓരോരോ പവലിയൻസ് ഉണ്ടാവും. ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ജയൻറ്റ് വീൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പവലിയൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത്തരത്തിലാണ് ഓരോ പവലിയൻസും ഉണ്ടാവുക. ഇത് പാകിസ്ഥാൻ്റെ പവലിയനാണ്, ഇത് യമൻ്റെ പവലിയനാണ്. ഓരോ പവലിയൻസും ഡിഫറെൻ്റായി കളർഫുള്ളായി അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ഈജിപ്തിൻ്റെ മമ്മിയുടെ ഒക്കെ ഒരു ഡെക്കറേഷനാണ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നത്. കുവൈത്തിൻ്റെ ഒരു കപ്പൽ, ഒരു ഷിപ്പിൻ്റെ മോഡലാണ് അവർ കുവൈത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബഹ്റൈൻ്റെ എൻട്രൻസ് കുറച്ചുകൂടി സിമ്പിളായിരുന്നു. ഇത് ഇറാൻ്റെ പവലിയനായിരുന്നു. ഇത് ചൈനീസ് പവലിയൻ്റെ എൻട്രൻസ് ആണ്. വളരെയധികം കളർഫുൾ ആയിട്ടുള്ളൊരു എൻട്രൻസ് ആയിരുന്നു ഇത്. പിന്നീട് അങ്ങോട്ട് തുർക്കി, പാലസ്തീൻ, ലെബനൻ, മൊറോക്കോ, ഇന്ത്യ, തുടങ്ങി 30ഓളം പവലിയൻസ് ഞങ്ങൾ കണ്ടു. കലാമേളകളും കാഴ്ചകളോടുകൂടി തന്നെ കൂടുതലായിട്ടും അവർ ഷോപ്പിങ്ങിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളാണ് അവിടെ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ഇത് ഒരു ഈജിപ്ത് പവലിയനിൽ നിന്നുള്ള ദൃശ്യമാണ്. പിന്നെ ഈ പവലിയൻ ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഓരോ ഷോപ്പുകളുടെ മുന്നിലും അത്യാവശ്യം നല്ല തിരക്കുകളുണ്ടായിരുന്നു. ഇതിലൂടെ നടന്ന കാഴ്ചകൾ കാണുമ്പോൾ സമയം പോകുന്നതെന്ന് അറിയില്ല. ഇത്തരത്തിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഓരോ സംഘവും ഉണ്ടായിരുന്നു. ഇതൊരു ആഫ്രിക്കൻ പവലിയനിൽ നിന്നുള്ള കാഴ്ചയാണ്. യമൻ ജനതയുടെ ആയുധങ്ങളും ആഭരണങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പവലിയനിലും ഇത്തരത്തിൽ ധാരാളം കരകൗശല വസ്തുക്കളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ആയുധങ്ങളും അങ്ങനെ പല രീതിയിലുള്ളതും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എനിക്ക് രസകരമായി തോന്നിയൊരു കാഴ്ചയാണ്. ഈ ഷോയും കണ്ടിറങ്ങുമ്പോൾ അവിടെ ഒരു ഫാമേഴ്സ് ഡോക്ടർ എന്നൊരു പ്രോഗ്രാം നടന്നു. She was just getting home from Panama.
city, she was all tanned up and my kind of pretty. When her eyes met mine, I was thinking that we had a glass of sweet iced tea. Alright, that was just a little warm-up trick. What I'm going to be doing at the end of the show is a one-of-a-kind balance. So I just needed to warm up my balance here. Get this out of the way. Are you guys ready for the show? Amazing. You guys can come on up here. Come on up to that line. That's a safe place to be. You guys two on the side there, come on up to this line, that orange line. If you guys get closer, it helps you feel more like there's a show and less like there's been a tractor. ഇതാണ് ഗ്ലോബൽ വില്ലേജിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അഥവാ ഒഴുകുന്ന കടകൾ. ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓരോ പവലിയനിലും ഓരോ കലാപരിപാടികളുള്ളതായി ഞാൻ പറഞ്ഞില്ലേ. ഇത് കൗബോയ് ഡാൻസ് എന്നുള്ളൊരു ഭാഗമാണ്. ഇതൊരു കൊറിയൻ ആർട്ടായിരുന്നു. എന്തായാലേ വല്ല ബാഗ്സ് പോലുണ്ട്. ഓരോ പവലിയനും പുറമെ ഇത്തരത്തിൽ ധാരാളം വിനോദ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെന്നോ വലിയവരെന്നോ പ്രായഭേദമന്യേ ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഫുഡ് സ്റ്റാളുകളും അവിടെ ഉണ്ടായിരുന്നു. നേരത്തിന് ശേഷം ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിനോട് വിട പറഞ്ഞിറങ്ങി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.